രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഫോൺ എടുക്കുമോ? വാട്സപ്പ് നോക്കുമോ? ഫേസ്ബുക്ക് നോക്കുമോ? അല്ലെങ്കിൽ കിടക്കയിൽ കുറച്ച് സമയം കൂടി കിടക്കുമോ? ഞാനാണെങ്കിൽ ആദ്യം എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി വന്ന് ആദ്യം നോക്കുന്നത് മൊബൈൽ ഫോണിൽ വൈറ്റി സ്റ്റുഡിയോ ആണ്. അത് യൂട്യൂബ് ചാനൽ ഉള്ളവർക്കുള്ള ഒരു ആപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ടു ഡു ലിസ്റ്റ് നോക്കും. ഇന്ന് ഏതാണ് ഡീപ് ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ടത് എന്ന് നോക്കും. എന്നിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ട് കിച്ചണിലേക്ക് പോകാറുള്ളൂ. എന്നാൽ ലോകത്തിലെ ഏറ്റവും വിജയകരമായ പല ആളുകൾക്കും ഒരു ചെറിയ ശീലമുണ്ട്. വെറും 2 മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു കാര്യം. അതാണ് ബെഡ് മേക്കിംഗ്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. പക്ഷേ ദിവസവും രാവിലെ സ്വന്തം കിടക്ക വൃത്തിയായി ഒരുക്കുന്ന ആളുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ സമാധാനവും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും ഉണ്ടെന്ന് പല പഠനങ്ങളും പറയപ്പെടുന്നു. ഈ ഒരു ചെറിയൊരു കാര്യം മാത്രം ചെയ്താൽ ജീവിതം മാറുമോ എന്ന് നിങ്ങൾക്ക് ചോദിക്കും. അതിനുത്തരമാണ് മാറും എന്നത്. കാരണം ജീവിതം മാറ്റുന്നത് വലിയ തീരുമാനങ്ങളല്ല, ദിവസവും ആവർത്തിക്കുന്ന ചെറിയ ശീലങ്ങളാണ്. ഈ വീഡിയോ അവസാനിക്കും മുമ്പ് ബെഡ് മേക്കിംഗ് എന്നത് ഒരു സാധാരണ വീട്ടുജോലി അല്ലെന്നും അത് നിങ്ങളുടെ മനസ്സിനെയും ജീവിതത്തെയും മാറ്റാൻ കഴിയുന്ന ഒരു ശീലമാണെന്നും മനസ്സിലാകും. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണൂ. കാരണം ഇന്നു മുതൽ നിങ്ങളുടെ രാവിലെകൾ ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. നമ്മളിൽ പലരുടെയും രാവിലെകൾ ഒരേപോലെയാണ്. എങ്ങനെയാണ് നമ്മുടെ രാവിലെകൾ തുടങ്ങുന്നത്? ഒന്ന് ഓർത്തു നോക്കിയേ. രാവിലെ അലാറം അടിക്കും, ഇനി ഒരു 5 മിനിറ്റ് കിടക്കും, 5 മിനിറ്റ് എന്നത് 10 മിനിറ്റ് ആകും, പിന്നെ ഒരു ഓട്ടമാണ്. അടുക്കളയിൽ പോകണം, കുട്ടികളെ റെഡിയാക്കണം, ഓഫീസിൽ പോകാൻ റെഡിയാകണം. ഇതിന്റെ ഇടയിൽ കിടക്ക എങ്ങനെയുണ്ടെന്ന് പോലും നോക്കാറില്ല. പുതപ്പ് ഒരു വശത്ത്, തലയിണ മറ്റൊരു വശത്ത്, ചുരുണ്ട ബെഡ്ഷീറ്റ്, അങ്ങനെ മുറിയിൽ കയറുമ്പോൾ തന്നെ ഒരു അലങ്കോല അവസ്ഥ. നമ്മൾ വിചാരിക്കും ഇതെല്ലാം പിന്നെ ചെയ്യാമെന്ന്. പക്ഷേ സത്യത്തിൽ നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ആ കിടക്കയിൽ നിന്നാണ്. രാവിലെ കണ്ണു തുറക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമ്മുടെ മുറിയാണ്. ആദ്യ കാഴ്ച തന്നെ അലങ്കോലമാണെങ്കിൽ നമ്മുടെ മനസ്സിലും അത് ചെറിയൊരു സ്വാധീനം ഉണ്ടാകും. വീട് വൃത്തിയായി കാണുമ്പോൾ മനസ്സിലും ഒരു സന്തോഷം തോന്നാറില്ലേ? അതുപോലെ തന്നെയാണ് ഈ ബെഡും. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റാൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നോ? പുതപ്പ് മടക്കുക, തലയിണ നേരെയാക്കുക, ബെഡ്ഷീറ്റ് ശരിയാക്കുക. ഇതിനൊക്കെ വെറും 2 മിനിറ്റ് മാത്രം മതിയാകും. അതിനുശേഷം മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവുക. എന്നിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും മുറിയിൽ കയറൂ. അപ്പോൾ ഒരു വ്യത്യാസം തോന്നും. മുറി കൂടുതൽ അടിപൊളിയായി തോന്നും. മനസ്സിലൊരു സമാധാനം തോന്നും. കാരണം നിങ്ങൾ ഒരു ജോലി പൂർത്തിയാക്കി. രാവിലെ തന്നെ ഒരു ചെറിയ വിജയം നേടി. നമ്മുടെ തലച്ചോറിന് ചെറിയ വിജയങ്ങൾ വലിയ ഇഷ്ടമാണ്. ആ ചെറിയ വിജയങ്ങൾ വലിയ ജോലികൾ ചെയ്യാനുള്ള പ്രചോദനം നൽകും. അതുകൊണ്ടാണ് പല വിജയികളും പറയുന്നത് മേക്ക് യുവർ ബെഡ് എന്നത്. കാരണം അതൊരു കിടക്ക വൃത്തിയാക്കൽ മാത്രമല്ല, അത് നിങ്ങളുടെ ദിവസത്തെ ക്രമപ്പെടുത്താനുള്ള ആദ്യ പടിയാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ജപ്പാനിൽ വീടിന്റെ വൃത്തിയും ക്രമവും ഒരു സംസ്കാരമാണ്. അവർക്ക് ഒരു വിശ്വാസമുണ്ട്, വീട്ടിലെ ചുറ്റുപാട് വൃത്തിയാണെങ്കിൽ മനസ്സും വൃത്തിയായിരിക്കും. അലങ്കോലമായ ഇടങ്ങൾ മനസ്സിനെയും അലങ്കോലമാക്കും. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും അവർ ശ്രദ്ധിക്കും. കിടക്ക ശരിയാക്കൽ, തലയിണ നേരെയാക്കൽ, പുതപ്പ് മടക്കി വെക്കൽ, ഇവ അവരുടെ ദിവസത്തിന്റെ ഭാഗമാണ്. ഇവർ അതിനെ ഒരു ജോലിയായി കാണുന്നില്ല. ഇത് സ്വയം ബഹുമാനിക്കുന്ന ഒരു ശീലമായി കാണുന്നു. കാരണം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മനോഹരമായി ഒരുക്കിയ കിടക്ക നിങ്ങളെ കാത്തിരിക്കുന്നു. അത് കാണുമ്പോൾ മനസ്സിന് ഒരു സന്തോഷമാണ്. നമ്മുടെ മനസ്സിന് കാണുന്നതിനെ സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ് ചിതറിയ മുറി, ചിതറിയ ബെഡ്, എവിടെയും സാധനങ്ങൾ. ഇതെല്ലാം നമ്മുടെ തലച്ചോറിന് ചെറിയൊരു സമ്മർദ്ദം നൽകും. പക്ഷേ ക്രമവും വൃത്തിയും മനസ്സിനെ ശാന്തമാക്കും. ചിലപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ടെൻഷൻ തോന്നുന്നതെന്ന് പോലും മനസ്സിലാകില്ല. കാരണം നമ്മുടെ ചുറ്റുപാടും അതിന് കാരണമാകാം. രാവിലെ 2 മിനിറ്റ് എടുത്ത് ബെഡ് ഒരുക്കുന്നത് ഒരു ചെറിയ ധ്യാനം പോലെയാണ്. നിങ്ങൾ ഇപ്പോഴുള്ള നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതാണ് മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കുടുംബത്തിൽ ഈ ശീലങ്ങൾ മാറ്റം കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? ഒരു വീട്ടിൽ ഒരാൾ ഈ ശീലം ആരംഭിച്ചാൽ പതുക്കെ മറ്റുള്ളവരിലേക്കും അത് പകരും. കുട്ടികൾ കാണും, അവർ പഠിക്കും, ഭർത്താവും ഭാര്യയും പരസ്പരം പ്രചോദനം നൽകും. വീട് കൂടുതൽ ക്രമമുള്ളതാകും. കാരണം വലിയ മാറ്റങ്ങൾ എല്ലാം ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ബെഡ് മേക്കിംഗ് എന്നത് കിടക്ക വൃത്തിയാക്കൽ മാത്രമല്ല, അതൊരു സന്ദേശമാണ്. ഞാൻ എൻ്റെ ദിവസം ഉത്തരവാദിത്തോടെ ആരംഭിക്കുന്നു എന്ന്. ഇത് സ്വയം ബഹുമാനിക്കുന്ന ഒരു ശീലമായി കാണുന്നു.
കാരണം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മനോഹരമായി ഒരുക്കിയ കിടക്ക നിങ്ങളെ കാത്തിരിക്കുന്നു. അത് കാണുമ്പോൾ മനസ്സിന് ഒരു സന്തോഷമാണ്. നമ്മുടെ മനസ്സിന് കാണുന്നതിനെ സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ് ചിതറിയ മുറി, ചിതറിയ ബെഡ്, എവിടെയും സാധനങ്ങൾ. ഇതെല്ലാം നമ്മുടെ തലച്ചോറിന് ചെറിയൊരു സമ്മർദ്ദം നൽകും. പക്ഷേ ക്രമവും വൃത്തിയും മനസ്സിനെ ശാന്തമാക്കും. ചിലപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ടെൻഷൻ തോന്നുന്നതെന്ന് പോലും മനസ്സിലാകില്ല. കാരണം നമ്മുടെ ചുറ്റുപാടും അതിന് കാരണമാകാം. രാവിലെ 2 മിനിറ്റ് എടുത്ത് ബെഡ് ഒരുക്കുന്നത് ഒരു ചെറിയ ധ്യാനം പോലെയാണ്. നിങ്ങൾ ഇപ്പോഴുള്ള നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതാണ് മനസ്സിനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു കുടുംബത്തിൽ ഈ ശീലങ്ങൾ മാറ്റം കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? ഒരു വീട്ടിൽ ഒരാൾ ഈ ശീലം ആരംഭിച്ചാൽ പതുക്കെ മറ്റുള്ളവരിലേക്കും അത് പകരും. കുട്ടികൾ കാണും, അവർ പഠിക്കും, ഭർത്താവും ഭാര്യയും പരസ്പരം പ്രചോദനം നൽകും. വീട് കൂടുതൽ ക്രമമുള്ളതാകും. കാരണം വലിയ മാറ്റങ്ങൾ എല്ലാം ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ബെഡ് മേക്കിംഗ് എന്നത് കിടക്ക വൃത്തിയാക്കൽ മാത്രമല്ല, അതൊരു സന്ദേശമാണ്. ഞാൻ എൻ്റെ ദിവസം ഉത്തരവാദിത്തോടെ ആരംഭിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾക്ക് നാളെ രാവിലെ ഒരു ചലഞ്ച് ചെയ്താലോ? അലാറം അടിക്കുമ്പോൾ എഴുന്നേറ്റ് ഫോൺ എടുക്കുന്നതിന് മുമ്പ് 2 മിനിറ്റ് എടുത്ത് നിങ്ങളുടെ ബെഡ് വിരിച്ചിടൂ. പുതപ്പ് മടക്കി തലയിണ നേരെ വയ്ക്കൂ. ഒരു ചിരിയോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകൂ. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ആ മുറിയിൽ കയറുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. രാവിലെ നിങ്ങൾ നിങ്ങളുടെ കിടക്ക മാത്രമല്ല ഒരുക്കിയത്, നിങ്ങളുടെ ദിവസത്തെയും മനസ്സിനെയും ജീവിതത്തെയും ക്രമപ്പെടുത്താനുള്ള ഒരു ചെറിയ തീരുമാനം എടുത്തതാണ്. വലിയ മാറ്റങ്ങളെല്ലാം ഇങ്ങനെയുള്ള ചെറിയ ശീലങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ചെറിയ ശീലങ്ങളെ അവഗണിക്കുന്നത് എന്ന് നോക്കിയാലോ? നമ്മളിൽ പലരും ഒരു തെറ്റ് ചെയ്യാറുണ്ട്. വലിയ കാര്യങ്ങൾക്കാണ് കൂടുതൽ വില കൊടുക്കുന്നത്. വലിയ വീട് വേണം, വലിയ ജോലി വേണം, വലിയ മാറ്റം വേണം. പക്ഷേ ജീവിതം പണിയുന്നത് വലിയ കാര്യങ്ങൾ കൊണ്ടല്ല, ചെറിയ ശീലങ്ങൾ കൊണ്ടാണ്. ഒരു വീടുണ്ടാക്കുമ്പോൾ ഒരു ഇഷ്ടിക വീതമാണ് വെക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ആരും വീട് പണിയുന്നില്ല. അതുപോലെ തന്നെ ഒരു നല്ല ജീവിതവും ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നില്ല. രാവിലെ കിടക്ക ഒരുക്കുന്നത് ചെറിയ കാര്യമാണെന്ന് തോന്നും. ഇതുകൊണ്ട് എന്ത് മാറ്റം വരാനാണ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ സത്യം എന്താണെന്ന് അറിയാമോ? ഈ 2 മിനിറ്റ് നിങ്ങളുടെ തലച്ചോറിനെ ഒരു കാര്യം പഠിപ്പിക്കുന്നു. അതാണ് ഞാൻ തുടങ്ങിയ ജോലി പൂർത്തിയാക്കുന്ന ഒരാളാണ് എന്നത്. ഈ ഒരു ചിന്തയാണ് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നത്. കാരണം ഒരാൾ ചെറിയ കാര്യങ്ങളിൽ അച്ചടക്കമുള്ളവനാണെങ്കിൽ വലിയ കാര്യങ്ങളിലും അച്ചടക്കം കാണിക്കും. ഇന്ന് പലരുടെയും രാവിലെ തുടങ്ങുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. കണ്ണു തുറന്ന ഉടനെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഒരു വീഡിയോ കണ്ടാൽ മറ്റൊന്ന്, ഒരു റീല് കണ്ടാൽ മറ്റൊന്ന്, അങ്ങനെ 10 മിനിറ്റ് എങ്ങനെ പോകുന്നു എന്ന് പോലും അറിയില്ല. അതേസമയം അത് ബെഡ് മേക്കിങ്ങിനായി ഉപയോഗിച്ചാൽ 2 മിനിറ്റിൽ ബെഡ് ഒരുക്കാം, 5 മിനിറ്റിൽ ജനൽ തുറക്കാം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം, 5 മിനിറ്റിൽ ശാന്തമായി ഇരിക്കാം. നിങ്ങളുടെ ദിവസം പൂർണ്ണമായും വേറൊരു രീതിയിൽ ആരംഭിക്കും. രാവിലെ ആദ്യത്തെ ഊർജം സോഷ്യൽ മീഡിയക്ക് കൊടുക്കാതെ സ്വയം കൊടുക്കാൻ പഠിക്കണം. ഇനി രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ലഭിക്കുന്ന സന്തോഷം എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഒരു ദിവസം മുഴുവൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകും. ശരീരം തളർന്നിരിക്കും, മനസ്സ് ക്ഷീണിച്ചിരിക്കും. അപ്പോൾ മുറിയിൽ കയറുമ്പോൾ കിടക്ക ചിതറിക്കിടക്കുകയാണെങ്കിൽ എന്തു തോന്നും? വീണ്ടും ഒരു അലങ്കോലാവസ്ഥ. പക്ഷേ രാവിലെ മനോഹരമായി ഒരുക്കിയ കിടക്ക കാണുമ്പോൾ ഒരു ആശ്വാസം, ഒരു സമാധാനം. ഇവിടെയാണ് എൻ്റെ വിശ്രമം എന്നൊരു തോന്നൽ. അതിനാലാണ് പലരും പറയുന്നത് രാവിലെ ബെഡ് മേക്കിംഗ് എന്നത് രാത്രി നിങ്ങളുടെ ഭാവിയിലെ നിങ്ങളോട് ചെയ്യുന്ന ഒരു സ്നേഹമാണ്. അടുത്തതായി കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു ശീലം എന്താണെന്ന് നോക്കിയാലോ? ഇന്ന് കുട്ടികൾക്ക് നാം പഠിപ്പിക്കുന്നത് പഠനമാണ്. എന്ന് വെച്ചാൽ ട്യൂഷൻ, മാർക്ക്, റാങ്ക്. പക്ഷെ ജീവിതശീലങ്ങൾ പഠിപ്പിക്കാൻ മറക്കുന്നു. ഒരു കുട്ടി രാവിലെ സ്വന്തം കിടക്ക ഒരുക്കാൻ പഠിച്ചാൽ അവൻ ഉത്തരവാദിത്വം പഠിക്കും, ക്രമം പഠിക്കും, ജോലി ചെയ്യാൻ പഠിക്കും, സ്വന്തം ഇടം വൃത്തിയായി സൂക്ഷിക്കാൻ പഠിക്കും. ഇവ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, ഇവ വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. അതിനാൽ നിങ്ങളുടെ കുട്ടികളെയും ഈ ശീലം പഠിപ്പിക്കൂ. ആദ്യം അവർക്ക് ബുദ്ധിമുട്ടാകും, പക്ഷേ പിന്നീട് അത് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാകും. ഇനി ഒരു 7 ദിവസത്തെ ചലഞ്ച് ചെയ്ത് നോക്കിയാലോ? രാവിലെ എഴുന്നേറ്റ് ഉടൻ 2 മിനിറ്റ് എടുത്ത് ബെഡ് ഒരുക്കുക. അത് കഴിഞ്ഞ് ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ ഡയറിയിൽ കുറിക്കുക. 7 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ സമാധാനം തോന്നുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ സമാധാനം തോന്നുന്നുണ്ടോ?
കൂടുതൽ ഉത്സാഹം തോന്നുന്നുണ്ടോ? മുറി കൂടുതൽ മനോഹരമായി തോന്നുന്നുണ്ടോ? പലർക്കും ഉത്തരം അതെ എന്നായിരിക്കും. കാരണം ചെറിയ ശീലങ്ങൾ പതിയെ ജീവിതത്തിന്റെ ഗതി മാറ്റും. നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. 1 മണിക്കൂർ യോഗ ചെയ്യൂ എന്നും പറയുന്നില്ല. 5 കിലോമീറ്റർ ഓടാനും പറയുന്നില്ല. ഞാൻ പറയുന്നത് വെറും 2 മിനിറ്റ് മാത്രം നിങ്ങളുടെ കിടക്ക ഒരുക്കൂ, പുതപ്പ് മടക്കൂ, തലയിണ നേരെയാക്കൂ. കാരണം നിങ്ങൾ നിങ്ങളുടെ ദിവസം ജയിച്ചു തുടങ്ങി. വലിയ വിജയങ്ങൾ ചെറിയ വിജയങ്ങളുടെ കൂട്ടായ്മയാണ്. ഒരു വൃത്തിയായ കിടക്ക, ഒരു ക്രമമുള്ള മുറി, ഒരു ശാന്തമായ മനസ്സ്, ഇതെല്ലാം തുടങ്ങുന്നത് വെറും 2 മിനിറ്റിൽ നിന്നാണ്. നാളെ രാവിലെ മുതൽ ഒരു പുതിയ ശീലം തുടങ്ങാമോ? 2 മിനിറ്റ് ബെഡ് മേക്കിംഗ്. കൂടുതൽ ക്രമമുള്ള, കൂടുതൽ സമാധാനമുള്ള, കൂടുതൽ സന്തോഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരു ചെറിയ ചുവടുവെപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.